നമസ്കാരം. നമ്മളെ ഈ വീട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അത് സോളാറാണ്. സാധാരണ ഓട്ടോമേഷൻ പോലും നമ്മൾ മുന്നേ തീരുമാനിക്കും. സോളാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംശയങ്ങൾ ഒരിക്കലും തീരത്തുമില്ല, ഇന്നു വരെ തീർന്നിട്ടുമില്ല. ഇന്നും ആൾക്കാർ സംശയത്തോടെ കാണുന്ന ഏത് ചെയ്യണം, ഏത് ബ്രാൻഡ് യൂസ് ചെയ്യണം, അത് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ബഡ്ജറ്റ് നോക്കുന്നു. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ തരംഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ഒരു പൈസ പോലും നിങ്ങൾ അടയ്ക്കേണ്ട, നമുക്ക് സോളാർ വയ്ക്കാം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു വിശദമായിട്ടുള്ള വീഡിയോ ആണ് നമ്മളിതാ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ, എൻ്റെ ഒപ്പം നമ്മുടെ അഫ്ര എഞ്ചിനീയേഴ്സിലെ മനീഷുണ്ട്. മനീഷാണ് ഇന്ന് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുള്ളത്. അഫ്ര എഞ്ചിനീയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ വീട്ടിലിപ്പോൾ സോളാർ വെച്ചിട്ട് 2 വർഷമായി. നമ്മൾ മൈക്രോ ഇൻവെർട്ടർ ആയിരുന്നു യൂസ് ചെയ്തത്, എൻഫേസ് ആയിരുന്നു യൂസ് ചെയ്തത്. അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് വീഡിയോന് തൊട്ട് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ 2 കൊല്ലത്തെ പലരും പറഞ്ഞ് ഒരുപാട് ധാരാളം ആൾക്കാർ ചെയ്യുന്നു. ഞങ്ങളത് കറക്റ്റ് ടൈമിൽ ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം വെച്ചാൽ ഇപ്പൊ ഈ റെഗുലേഷൻ്റെ ഒക്കെ വന്നപ്പോഴത്തേക്കുള്ള നമ്മൾ അത് ചെയ്തത്. മനുഷ്യ ഇത് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എൻ്റർലി ഡിഫറെന്റ് ആണ്. കാര്യം ഇത് നമ്മൾ സോളാർ ഇപ്പോൾ സാധാരണക്കാരും ഒക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യം തുടങ്ങാം. എത്ര രൂപ ബില്ലിംഗ് ഉള്ള ഒരു സോളാറിലേക്ക് ചെയ്യാനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യണം? നമ്മളിപ്പോൾ സോളാർ, സാർ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വീട് വെച്ച് അവസാനത്തെ ഒരു നിമിഷത്തിലാണ്, ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണ് സോളാറിലേക്ക് വരുന്നത്, ആലോചിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 1500 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നവർ മാത്രം ഇത് ചെയ്യുകയാണ്. ഇലക്ട്രിസിറ്റി ബില്ല് 1500 ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 1500 ബില്ല് വരുന്നവർ ഒരു EV വണ്ടി എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കുക്കിംഗ് ഒക്കെ നമ്മുടെ ഇലക്ട്രിസിറ്റിയിലേക്ക് മാറ്റുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് ബെനിഫിറ്റ് ആവുന്നത്. ഇതിൻ്റെ ഒരു ബ്രേക്ക് ഈവൻ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത് ഒരു 1500 മുതൽ കറണ്ട് ബില്ല് വരുന്നവർ, പിന്നെ ഫ്യൂച്ചറിലേക്ക് ഈ പ്ലാനുകളെല്ലാം ഉള്ളവർക്കാണ് ഇത് ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇത് വിറ്റ് കാശുണ്ടാക്കാം എന്ന് വിചാരിച്ചും, അതുപോലെ തന്നെ ഒരു 500-600 ഒക്കെയുള്ളത് നിങ്ങളെ പലരും പ്രഷർ ചെയ്ത് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ ഒരു 1500 തൊട്ട് മുകളിലോട്ട് ആകും എന്നുള്ളതാണ്. ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം, അല്ലേ? പലരും നമ്മളെ വിളിക്കുന്നുണ്ട്, കോളിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് 500 രൂപ 700 രൂപയൊക്കെ കറണ്ട് ബില്ല് വരുന്ന ആളുകളുണ്ട്. നമ്മൾ അവരുടെ അടുത്ത് വരുന്നത് ഇപ്പോൾ അത് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. കാരണം അങ്ങനെയുള്ള ഒരു കസ്റ്റമേഴ്സ് സോളാർ ചെയ്തുകൊണ്ട് അവർക്ക് യാതൊരു ഗുണവും ഇല്ല. ഇത് ഞങ്ങൾ ആദ്യം പറഞ്ഞ പോലെ ഒരു ഇത് ആര് ചെയ്യണം എന്നതിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് ഇത് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു, ഒറ്റ പൈസ ഇന്ന് സോളാർ എടുക്കാനായിട്ട് കൊടുക്കണ്ട. പിന്നെ ഇതിന്റെ പ്രൈസ് വേരിയേഷൻസ്, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞാൽ നമുക്കിപ്പോൾ നടക്കാം ചെറുതായിട്ട്. നമ്മൾ സോളാർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം ഒരു 89,000 രൂപയ്ക്ക് നമുക്കിപ്പോൾ സോളാർ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. എത്ര കിലോ വാട്ട്? നമുക്ക് 2 കിലോ വാട്ട് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രൈസ് റേഞ്ചിനുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് ഒരു 89,000 രൂപയ്ക്ക് നമുക്ക് ഒരു 2 കിലോ വാട്ട് എല്ലാ സബ്സിഡി ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടും. അത് നമുക്ക് സ്ട്രിംഗ് ഇൻവെർട്ടർ ആണ്. ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കാൻ പറ്റുമായിരുന്നു. നമ്മൾ ആദ്യം കണ്ടതും പറഞ്ഞതൊക്കെ മൈക്രോ ഇൻവെർട്ടർ, നമ്മൾ സംസാരിക്കുന്ന സ്ട്രിംഗ് ഇൻവെർട്ടേഴ്സ്. അപ്പോൾ ഈ ഒരു 89,000 രൂപയ്ക്ക് നമ്മളൊരു ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ, വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 3000 രൂപ 4000 രൂപ ആ ഒരു റേഞ്ചിലുള്ള കറണ്ട് ബില്ല് നമുക്ക് 0 ആക്കാൻ പറ്റും. ശരി, 0 എന്ന് പറയുമ്പോഴും അതിലും ഒരു ഒരു കോൺട്രവേഴ്സി ഉണ്ട്. നമ്മൾ 0 എന്ന് പറയുന്നത് നമുക്ക് ആബ്സൊല്യൂട്ട്ലി നമുക്ക് 0 അല്ല നമുക്ക് കിട്ടുന്നത്. അതിൽ നമുക്കൊരു ഫിക്സഡ് ചാർജ് വരുന്നുണ്ട്. ഫിക്സഡ് ആണോ? അത് ഫിക്സഡ് അല്ല. നമ്മുടെ ഉപയോഗം, നമ്മൾ എത്ര സോളാറിൽ നിന്ന് നമ്മൾ എടുത്തു, അതുപോലെ തന്നെ നമ്മൾ എത്ര ഗ്രിഡിൽ നിന്ന് എടുത്തു, അതിൻ്റെ ഒരു എത്ര യൂണിറ്റ്സ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്, അതിൻ്റെ ഒരു ടോട്ടൽ സമ്മ് നമ്മൾ നോക്കിയിട്ടാണ് ഇപ്പോൾ ഫിക്സഡ് ചാർജ് നമുക്ക് നിശ്ചയിക്കുന്നത്. അതുകൊണ്ടാണ് ഫിക്സഡ് ചാർജ് ഒരിക്കലും ഫിക്സഡ് അല്ലാത്ത. അതായത് എനിക്ക് 257 വന്നിട്ടുണ്ട്, 267 വന്നിട്ടുണ്ട്, ലാസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ 297 വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ സാറിൻ്റെ വീട്ടിലൊരു ദിവസം ഒരു മാസം നമുക്കൊരു 250 യൂണിറ്റ് സാറ് ഉപയോഗിച്ചു. ഫോർ എക്സാമ്പിൾ, ഒരു 200 യൂണിറ്റ് സാർ സോളാറിൽ നിന്ന് ഉപയോഗിച്ചു, 50 യൂണിറ്റ് ഗ്രിഡിൽ നിന്ന് എടുത്തു. അപ്പോൾ ടോട്ടൽ നമ്മൾ ഉപയോഗിച്ച് 250 യൂണിറ്റ് ആണെന്ന് വിചാരിച്ചോ. ആ 250 യൂണിറ്റിൻ്റെ ഒരു സ്ലാബ് ഉണ്ട്. ആ സ്ലാബ് ഇപ്പോൾ 50 മുതൽ 100 വരെ ഒരു യൂണിറ്റിന്റെ സ്ലാബ് ഉണ്ട്. 150 അത് കഴിഞ്ഞിട്ടുള്ള ഓരോ സ്ലാബ്, ആ സ്ലാബ് ബേസ് ആണ് ഇപ്പോൾ നമുക്ക് ഫിക്സഡ് ചാർജ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്
നമ്മുടെ ഉപയോഗത്തിൽ ഏറ്റക്കുറച്ചിൽ വരുമ്പോൾ നമുക്ക് ഫിക്സഡ് ചാർജ് കൂടുതലും അത് നമ്മൾ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിക്സഡ് ചാർജ് വീണ്ടും അതിനനുസരിച്ച് മാറും, വേരി ചെയ്യും. ഇപ്പോൾ ഏതൊരു സാധനം നമുക്കിപ്പോൾ സോളാറിൻ്റെ കാര്യം എടുത്ത് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് തന്നെ റേറ്റിൽ വേരിയേഷൻസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. ഒരു കമ്പനി 1.33 റേറ്റ് ചെയ്യുന്നു, അടുത്ത ആൾ ചിലപ്പോൾ 1.23, 1.40 അങ്ങനെ വേരിയേഷൻ വരും. അതെന്താ അങ്ങനെ വരാനായിട്ടുള്ള? നമ്മുടെ പ്രൊഡക്റ്റും ഒരു കസ്റ്റമറിന് ആ കമ്പനി കൊടുക്കുന്ന സർവീസും ഇത് രണ്ടും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രൊഡക്ഷൻ നമ്മുടെ ഈ റേറ്റിൽ വേരിയേഷൻ വരുന്നത്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിംഗ് ഇൻവെർട്ടറിൽ നമുക്കിപ്പോൾ ഒരു 3 കിലോവാട്ട് നമുക്ക് 1,20,000 സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് അത് വേരി ചെയ്ത് 1.50 വരെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവർ കൊടുക്കുന്ന ക്വാളിറ്റി മീൻസ് ചില ആളുകൾ 5 വർഷത്തെ വാറണ്ടി കൊടുക്കും, മീൻസ് വർക്ക്മാൻഷിപ്പ് വാറണ്ടി. ചില ആളുകൾ 1 വർഷം കൊടുക്കുള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ്, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പ്രീമിയം കാറ്റഗറി പ്രൊഡക്ട്സ്, ഇപ്പം എല്ലാവരും പ്രീമിയം എന്ന് പറയുന്നത്, പക്ഷെ എന്താണ് പ്രീമിയം എന്ന് അതിലാരും പറയുന്നില്ല. നമ്മളിപ്പോൾ ഒരു കൊട്ടേഷൻ എടുത്തു കഴിയുമ്പോൾ അതിൽ പ്രീമിയം പ്രൊഡക്റ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഓൾറെഡി ഈ സോളാർ ചെയ്യുന്ന ആളുകളെടുത്ത് ചോദിക്കുക എന്താണ് ഈ പ്രീമിയം, എന്ത് മെറ്റീരിയൽസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഫ്യൂസ് യൂസ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ബ്രാൻഡ് ചോദിക്കുക. പിന്നെ അതുപോലെ തന്നെ MC4 ചെറിയ പാർട്സ് ആയിരിക്കട്ടെ. ഇപ്പോൾ നമുക്ക് കണക്ട് ചെയ്യുന്ന സോളാർ പാനൽ കണക്ട് ചെയ്യുന്ന MC4 കണക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ വളരെ ലോക്കലായിട്ട് 5 രൂപ 10 രൂപയ്ക്കൊക്കെ സാധനം കിട്ടുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ നോക്കുന്നില്ല. ഇപ്പോൾ സാധാരണ ആദ്യമേ നമ്മൾ ഫസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ പാനലും അതുപോലെ തന്നെ ഇൻവെർട്ടർ മാത്രമല്ല, ഇത് കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ റേറ്റിൽ വേരിയേഷൻ വരുന്നത്. ഒരു സോളാർ കമ്പനിക്കാരന് ഈ ബഡ്ജറ്റഡ് ആയിട്ട് നമുക്ക് 1.20 ചെയ്യാം. അതുപോലെ തന്നെ നല്ല ഞാൻ ഈ പറഞ്ഞ സ്നൈഡർ അല്ലെങ്കിൽ മേഴ്സൺ ഇതുപോലെയുള്ള മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് സ്റ്റാബിളി അങ്ങനെയുള്ള MC4 ഒക്കെ യൂസ് ചെയ്ത് 1,50,000 നമുക്ക് ചെയ്യാൻ പറ്റും പ്രോഡക്റ്റ്. പിന്നെ അതുപോലെ തന്നെ സർവീസ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ക്വാളിറ്റി കുറച്ചാലേ എന്താ നോർമലി സംഭവിക്കുന്നത്? ക്വാളിറ്റി വേസ്റ്റ് എന്താണ്? യെസ്, ക്വാളിറ്റി കുറച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 1 വർഷത്തേക്കൊന്നും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. എല്ലാവരും ഒരു ഏതൊരു സാധനം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അവർ ഫസ്റ്റ് നമുക്ക് നോക്കുന്ന പ്രൊഡക്റ്റിനെ, ഇപ്പോൾ കൂടുതൽ നോക്കുന്ന ഇപ്പോൾ കോമ്പറ്റീഷൻ ഇത് കൂടുതലുള്ള ഫീൽഡാണ്. അപ്പോൾ പ്രൊഡക്റ്റ് അല്ല അവർ ഫസ്റ്റ് നോക്കുന്നത്, അവർ ഈ ബഡ്ജറ്റാണ് നോക്കുന്നത്. 5,000, 10,000 അല്ലെങ്കിൽ 20,000 ഡിഫറൻസിൽ നോക്കി കഴിയുമ്പോൾ സമയത്ത് ഇതിൻ്റെ അകത്ത് പ്രശ്നം വരുന്ന 1 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് പ്രൊഡക്ഷനിൽ ലോസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, ഇപ്പോൾ നമ്മളൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് ഇപ്പോൾ ഇത് ഈ ഒരു പ്ലാന്റിനെ ഇപ്പോൾ ഈ വീട്ടിലിപ്പോൾ ചെയ്തേക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റിൽ 5 വർഷം എന്ത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാലും നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ഇതെല്ലാം മാറ്റുന്നത്. പക്ഷേ ഇതിൽ ചെറിയ സാധനങ്ങൾ വർക്ക് ആവാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ സാധനം വർക്ക് ആവാതിരുന്ന, ഇപ്പോൾ ഒരു ഫ്യൂസ് പോകാതിരുന്ന സോളാർ ഓഫാണ് സ്ട്രിംഗ് ഇൻവെർട്ടറിൽ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്ഷനിൽ ഇപ്പോൾ എന്തെങ്കിലും ഷെയ്ഡോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാലും അവിടെ ഇഷ്യൂ വരും. അതുപോലെ അങ്ങനെ ഓരോരോ ഇഷ്യൂ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സിസ്റ്റം നമ്മുടെ ഇപ്പോൾ ഒരു 12 യൂണിറ്റ് അല്ലെങ്കിൽ 15 യൂണിറ്റ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സിസ്റ്റം നമുക്ക് 10 യൂണിറ്റ് 8 യൂണിറ്റ് അങ്ങനെ ഗ്രാജുവലി പ്രൊഡക്ഷൻ കുറയും. അത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്നതല്ല, ഇതൊരു ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ ഇത് നടക്കുന്നതാണ്. ഈ ഒരു പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് നമ്മൾ ഈ പറയുന്ന വാറണ്ടി കിട്ടത്തില്ല, പ്രോപ്പറായിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്യില്ല. അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്ന ഇൻസ്റ്റാളേഷൻ അത് പ്രോപ്പറായിട്ട് ചെയ്യണം. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇതിൽ എന്താണ് കംപ്ലൈൻറ്റ്, ഇപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇതിൻ്റെ അകത്ത് കുറയും. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്താ ചെയ്യുന്നത്, സർവീസ് എഞ്ചിനീയറിംഗ് ഏത് പാനലാണോ നമ്മൾ ചെയ്തത് അല്ലെങ്കിൽ ഏത് ഇൻവെർട്ടറാണോ നമ്മൾ ചെയ്തേക്കുന്നത്, ആ കമ്പനിയുടെ ആളുകൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇൻസ്റ്റാളേഷൻ പ്രോപ്പർ അല്ല എങ്കിൽ ഒരിക്കലും നമുക്ക് ഇത് നമുക്ക് മാറ്റി തരില്ല അവർ. വാറണ്ടിയിലൊന്നും കവർ ചെയ്യാതെ വരും. അത് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്യണം. ഇപ്പോൾ സാധാരണ ഇപ്പോൾ കണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഇപ്പോൾ ഒരു 3 കിലോവാട്ട് അല്ലെങ്കിൽ ഒരു 5 കിലോവാട്ട് നമ്മളിവിടെ സോളാർ നമ്മളിപ്പോൾ ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെല്ലാം മെറ്റീരിയൽസോടെ ആയിട്ട് വന്ന് ഒരു ദിവസം കൊണ്ടൊക്കെ ചെയ്തു പോകുന്നത്. അങ്ങനെ ചെയ്യുന്ന ഇൻസ്റ്റാളേഷൻസ് ഒരിക്കലും പ്രോപ്പർ ആയിരിക്കില്ല. ഓക്കെ, ഇതിനകത്തൂടെ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, കൃത്യമായിട്ടുള്ള കോപ്പർ ലൈനിങ് വരെ കൃത്യമായിരിക്കണം. കോപ്പർ ഉപയോഗിച്ചില്ല കത്തി പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ലൈറ്റ്നിങ് അറസ്റ്റർ നമ്മൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഡൗൺ കണ്ടക്ടേഴ്സ് കോപ്പറിൻ്റെ യൂസ് ചെയ്യുക, അങ്ങനെ ചെറിയ കാര്യങ്ങൾ അതൊന്നും ഒരു കസ്റ്റമർ നോക്കുന്നില്ല. അവർ ഫസ്റ്റ് നോക്കുന്നത് എന്താ, ആ ഒരു പ്രൈസിലേക്കാണ് നോക്കുന്നത്. ഈ പ്രൈസിൽ അവരെന്താണ് തരുന്നതെന്ന് അവർ ചെക്ക് ചെയ്യുന്നില്ല. മാക്സിമം ഒരു 2-3 കൊട്ടേഷൻസ് എടുക്കുക,
തൊട്ടടുത്തൊരു സൈറ്റ് പോയി കാണുക. പിന്നെ അതുപോലെ തന്നെ ഈ സെയിൽസ് എഞ്ചിനീയർ വരുന്ന സമയത്ത് നമുക്ക് ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു എഞ്ചിനീയേഴ്സ് അത് അവരെയും വിളിച്ച് അവരുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യുക, ഇതിനെക്കുറിച്ച് മെയിനായിട്ട് പഠിക്കുക. എന്തൊരു കാര്യം നമ്മുടെ വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാലും ആ ചെയ്യുന്ന എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് സ്റ്റഡി ചെയ്യുക. അതിൽ ഡൗട്ട്സ് ഇപ്പോൾ ഇത് എന്തൊക്കെ പഠിക്കാനുള്ള പല പല കാരണങ്ങൾ, പല പല മീഡിയാസ് ഉണ്ട്, പല പല സാധനങ്ങൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ച് നോക്കി പഠിച്ചിട്ട് മാത്രം ഒരു ചെയ്യുക. അമനീഷ്, ഇത് ഏത് സ്റ്റേജിലാണ് നമ്മൾ പ്ലാൻ ചെയ്യണേ? നമ്മൾ ഫസ്റ്റ് ഈവൻ ഒരു വീടിൻ്റെ സ്ട്രക്ചർ കഴിയുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ സോളാറിൻ്റെ വർക്ക് കൊടുക്കാം. കാരണം അതിലെന്തുകൊണ്ടാണ് നമ്മൾ അത് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പല സ്ഥലങ്ങളിൽ ടാങ്കുകൾ കാര്യങ്ങളെല്ലാം ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു എർത്തിങ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് പ്രൈമറി സ്റ്റേജിൽ തേപ്പിന് മുന്നേ നമ്മളിത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ DC വയേഴ്സ് എല്ലാം നമുക്ക് കൺസീൽ ചെയ്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് പുറത്തേക്ക് നമുക്ക് വയറുകൾ ആകെ എർത്തിൻ്റെ വയറുകൾ മാത്രമാണ് പുറത്തേക്ക് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് കൺസീൽ ചെയ്ത് ചെയ്യാൻ പറ്റും. ഇവിടെ ഏതാ ചെയ്തിരിക്കുന്നത്? ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അദാനിയുടെ പാനൽസ് ആണ്, ടോപ്പ് കോൺ പാനൽസ്. അതുപോലെ തന്നെ സ്ട്രിംഗ് ഇൻവേർട്ടർ ആണ് ചെയ്തിരിക്കുന്നത്, ഡെയുടെ ബ്രാൻഡിന്റെ ആണ് ചെയ്തിരിക്കുന്നത്. ശരി, ഇനി ഇതിൽ പ്രധാനമായിട്ട് ആൾക്കാർ ചോദിക്കുന്ന രണ്ട് കാര്യങ്ങൾ ചോദിക്കട്ടെ. സബ്സിഡി നമുക്കിപ്പോൾ സബ്സിഡി സ്റ്റാർട്ട് ചെയ്യുന്ന 1 കിലോവാട്ട് മുതൽ നമുക്ക് സബ്സിഡി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതെ, 30,000 രൂപയാണ് സബ്സിഡി സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 കിലോവാട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 60,000 രൂപ, 3 കിലോവാട്ട് 78,000 രൂപ. 3 കിലോവാട്ട് മുതൽ എത്ര കിലോവാട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് 78,000 അത് മാക്സിമം. അത് കൂടാതെ നമ്മൾ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5.75% ഇൻട്രസ്റ്റിലാണ് നമുക്ക് ലോൺസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 65 വയസ്സ് വരെ ഉള്ള ആളുകൾക്ക് നമുക്ക് ലോൺ കിട്ടും. 65 വയസ്സ് കഴിഞ്ഞാൽ കിട്ടത്തില്ല. 65 വയസ്സ് കഴിഞ്ഞാൽ കിട്ടും. നമുക്ക് കോ ആപ്ലിക്കൻ്റ് ആയിട്ട് മകനെയോ അങ്ങനെ ആരെങ്കിലും ഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും വെക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നല്ല സിബിലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ സാധനം ലോൺ കിട്ടും. അപ്പം എത്ര ഒരു ഡൗൺ പേയ്മെന്റ് ഉണ്ടോ ഇതിന്? ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ITR അല്ലെങ്കിൽ സാലറി സ്ലിപ്പോ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് ഫുൾ ലോൺ നമുക്ക് കിട്ടും, കൊടുക്കാൻ പറ്റും. 0 ഡൗൺ പേയ്മെന്റ് കൊടുക്കാം. അഥവാ ഇതൊന്നും ഇല്ലെങ്കിൽ 2 lakhs അപ് ടു 2 lakhs വരെ വേറെ കൊളാറ്ററലോ ഒന്നും വേണ്ട, നമുക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് തോന്നുന്നു സബ്സിഡി കഴിഞ്ഞിട്ടുള്ള 2 lakhs വിത്ത് സബ്സിഡി 2 lakhs. വിത്ത് സബ്സിഡി 2 lakhs വരെ നമുക്ക് ലോൺസ് നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സബ്സിഡി വന്നു കഴിയുമ്പോൾ വീണ്ടും ലോൺ എമൗണ്ട് കുറയും. ഇപ്പോൾ 2 ലക്ഷം രൂപ ലോൺ എടുക്കുന്ന ഒരു കസ്റ്റമറിന് സബ്സിഡി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 1,32,000 രൂപയാണ് പിന്നെ അടക്കേണ്ടതുള്ളൂ. സബ്സിഡി എമൗണ്ട് ആ ലോൺ അക്കൗണ്ടിലേക്ക് അടച്ചാൽ മതി. ഇത് എത്ര വർഷത്തേക്കുന്നുണ്ടോ? നമുക്ക് 10 വർഷം വരെ ടെന്യൂർ ഉണ്ട്. ഏകദേശം 1,500 രൂപ മുതൽ നമുക്ക് EMI സ്റ്റാർട്ട് ചെയ്യും. ചെറിയ അടവുകളെ വരുന്നുള്ളൂ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ 3 കിലോവാട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു 2 പോയിന്റ് സംതിങ് വിത്ത് സബ്സിഡി വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഒരു 2,000 രൂപ താഴെയൊക്കെ ആയിരിക്കും മാസം അടവ് വരുന്നത് അല്ലേ? ഇപ്പോൾ 3 കിലോവാട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം സബ്സിഡി കഴിഞ്ഞിട്ട് ഒരു 1,20,000 രൂപ, 1,30,000 രൂപ. കാരണം GST ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ 12% GST ആയിരുന്നു, ഇപ്പോൾ പാനൽസിനൊക്കെ 5%. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടി നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. ഏറ്റവും ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണ്ട് 0 കറണ്ട് ചാർജ് ആവുമെന്ന് പറഞ്ഞെടുത്ത് ഇന്ന് 0 രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കസ്റ്റമറിന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സാഹചര്യം. പിന്നെ ഇതിനകത്ത് എപ്പോഴും എടുത്ത് ചോദിക്കേണ്ട ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ എവിടെയൊക്കെ സർവീസ് ചെയ്യുന്നുണ്ട്? നമുക്കിപ്പോൾ സൗത്ത് ഇന്ത്യയിലെല്ലാം നമ്മൾ സോളാർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നമുക്ക് ഹെഡ് ഓഫീസ് കളമശ്ശേരി എറണാകുളത്താണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തും ഉണ്ട്, കാലിക്കറ്റും ഉണ്ട്, പിന്നെ കോയമ്പത്തൂരുണ്ട്, നമുക്ക് സേലമുണ്ട്. പിന്നെ അത്യാവശ്യം പ്രൊജക്ടുകൾ എല്ലായിടത്തും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് പഴയ പ്ലാന്റുകൾ മീൻസ് സർവീസുകൾ കിട്ടാത്ത പ്ലാന്റുകളുണ്ട്. പണ്ട് കുറെ ആളുകൾ വെച്ചിട്ട് സർവീസ് കിട്ടാത്ത പ്ലാന്റുകൾക്കും നമ്മൾ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സർവീസ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടേത് കൂടാതെ അല്ലാത്ത പ്ലാന്റിന് നമുക്ക് കൊടുക്കുന്നുണ്ട്. പ്രൊഡക്റ്റ് എന്നതിലുപരി അതിന്റെ സർവീസ് സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ ക്ലീനിങ്, പീരിയോഡിക് ക്ലീനിങ്, അതുപോലെ തന്നെ പഴയ എന്തെങ്കിലും ഇൻവെർട്ടേഴ്സ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ നമ്മളെ വിളിക്കാം. എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും. ഈ സർവീസുകളൊക്കെ കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷൻസ് നമ്മൾ സൗത്ത് ഇന്ത്യ ഒട്ടാകെ ചെയ്ത് കൊടുക്കും. അതെ, ഞാനേ യഥാർത്ഥത്തിൽ ഒരു ഹാപ്പി കസ്റ്റമർ എന്നുള്ള രീതിക്കാണ് ഞാൻ ഇവരുമായിട്ട് വീണ്ടും ഇപ്പോൾ അസോസിയേറ്റ് ചെയ്യുന്നത്. വീണ്ടും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾ നേരിട്ട് വിളിച്ച് ഇതിപ്പോൾ എന്ത് സംശയങ്ങൾക്കായിട്ടും വിളിക്കാം, കൂടാതെ നമ്മുടെ പ്രൊജക്റ്റുകൾ ചെയ്യാനും വിളിക്കാം. അതിൽ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ അത് കൃത്യമായിട്ട് ചെയ്തു തരും എന്നുള്ളതാണ് നമ്മുടെ അഫ്ര എഞ്ചിനീയറിങ്ങിൻ്റെ പ്രത്യേകത അല്ലേ? താങ്ക് യു സർ. വീണ്ടും കാണാം. നമുക്ക് എപ്പോഴും എടുത്തു പറയേണ്ട സർവീസാണ്, അത് വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് കിട്ടും. വീണ്ടും കാണാം. മറ്റൊരു മികച്ച വീഡിയോയുമായി അതൊരിക്കും. അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ എഞ്ചി.